കിട്ടിയോ? ഇല്ല, ചോദിച്ചു വാങ്ങി. എന്തൊക്കെ ബഹളമായിരുന്നു, എന്തൊക്കെ അവകാശവാദങ്ങളായിരുന്നു. തിരഞ്ഞെടുപ്പ് കാലത്ത് വന്ന വാഗ്ദാനങ്ങളുടെ പെരുമഴയിൽ വണ്ടിയും പൊക്കിപ്പിടിച്ച് റോഡിലിറങ്ങിയ ചേട്ടന്മാരൊക്കെ വിചാരിച്ചത് ഇനി മുതൽ കേരളം അങ്ങ് മാറി പറക്കുമെന്നാണ്. നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ, ഇനി ഈ കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കും എന്നൊക്കെയായിരുന്നു നമ്മൾ വിചാരിച്ചത്. പക്ഷെ ഇപ്പോൾ മൊത്തത്തിൽ നോക്കിയാൽ കോൺഗ്രസ് സർവത്ര എയറിലാണ്. അങ്ങ് കർണാടക മുതൽ ഇങ്ങ് കേരളം വരെ കൊടുത്ത വാഗ്ദാനങ്ങൾക്കൊന്നും വില കൽപ്പിക്കാതെ കനത്ത തിരിച്ചടികളാണ് ഓരോന്നായി ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ UDF പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്തായിരുന്നു? വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങളിൽ വൻ ഇളവുകൾ. വണ്ടി ഇനി എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം, ആരും പിടിക്കാൻ വരില്ല എന്നൊക്കെയായിരുന്നു പരസ്യമായ പ്രചാരണം. ആളുകളാകട്ടെ സംഗതി കളറായി എന്ന് കരുതി കോരിത്തെരിച്ച് നിൽക്കുകയും ചെയ്തു. പക്ഷേ അപ്പോഴാണ് അടുത്ത ട്വിസ്റ്റ്. കാര്യങ്ങൾ ഉദ്ദേശിച്ചതുപോലെ ആയിരുന്നില്ല എന്ന് മാത്രമല്ല, കേന്ദ്രം കളിയും മാറ്റിപ്പിടിച്ചു. അങ്ങനെ വരുമ്പോൾ എന്ത് പണിയാണ് കിട്ടിയത് കോൺഗ്രസിന്? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? നമുക്ക് നോക്കാം. അപ്പോൾ സംഗതി ഇതാണ് സുഹൃത്തുക്കളെ. രാജ്യസഭയിൽ ഡോക്ടർ വി ശിവദാസൻ MP ചോദിച്ച ഒരു ചോദ്യത്തിന് കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി കൊടുത്ത മറുപടി ഉണ്ടല്ലോ, അതാണിപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ വലിയ ചർച്ചയാകുന്നത്. മന്ത്രി വളരെ വ്യക്തമായിട്ട് അങ്ങ് വെട്ടിത്തുറന്ന് പറഞ്ഞു, രാജ്യത്തെ വാഹനങ്ങളുടെ ഘടനയിലോ ഡിസൈനിലോ മാറ്റം വരുത്താനുള്ള നിയമങ്ങളും മാനദണ്ഡങ്ങളും നിശ്ചയിക്കാനുള്ള പൂർണ്ണ അധികാരം കേന്ദ്ര സർക്കാരിൽ മാത്രമാണുള്ളത്. അതായത് മോട്ടോർ വാഹന നിയമപ്രകാരം ഇത്തരം കാര്യങ്ങളിൽ പ്രത്യേക ചട്ടങ്ങൾ ഉണ്ടാക്കാൻ സംസ്ഥാന സർക്കാരുകൾക്ക് ഒരു മൈൻഡ് പവറും ഇല്ലെന്ന് സാരം. രാജ്യവ്യാപകമായി കേന്ദ്രം എന്താണോ പറയുന്നത് അത് മാത്രം അനുസരിക്കുക. ഇനി വല്ല മാറ്റങ്ങളും വരുത്തണമെങ്കിൽ തന്നെ സംസ്ഥാന സർക്കാരുകൾ സാക്ഷ്യപ്പെടുത്തിയ അംഗീകൃത വർക്ക്ഷോപ്പുകൾ വഴിയേ പറ്റും, അല്ലാതെ തോന്നിയ വഴിക്ക് ചെയ്യാൻ പറ്റില്ല. പിന്നെ സംസ്ഥാന സർക്കാരുകൾക്ക് ഇതിൽ എന്താണ് അധികാരം ഉള്ളതെന്ന് ചോദിച്ചാൽ ഒരേ ഒരു കാര്യമേ ഉള്ളൂ, അതാണ് വാഹനങ്ങളുടെ വേഗത നിയന്ത്രിക്കുക എന്നത്. അതായത് റോഡിലെ അപകടങ്ങളൊക്കെ മുൻനിർത്തി വാഹനങ്ങളുടെ പരമാവധി വേഗത എത്രയായിരിക്കണം എന്ന് തീരുമാനിക്കാനുള്ള അധികാരം വേണമെങ്കിൽ സംസ്ഥാന സർക്കാരിന് എടുക്കാം. അതുപോലെയുള്ള ഉത്തരവുകൾ ഇറക്കാം. അതല്ലാതെ കമ്പനിയിൽ നിന്ന് ഇറങ്ങുന്ന വണ്ടിയുടെ രൂപത്തിലും ഭാവത്തിലും ഒരു മാറ്റം വരുത്താൻ സംസ്ഥാന സർക്കാരിന് യാതൊരു അധികാരവുമില്ല. ഇവിടെയാണ് നമ്മുടെ കേരളത്തിലെ പ്രശ്നം കിടക്കുന്നത്. കേരളത്തിൽ UDF സർക്കാരിന്റെ പ്രകടന പത്രികയിലെ ഏറ്റവും വലിയ വാഗ്ദാനങ്ങളിൽ ഒന്നായിരുന്നു ഈ വാഹന മോഡിഫിക്കേഷൻ നിയമങ്ങളിലെ ഇളവുകൾ. അപകടകരമല്ലാത്ത രീതിയിലുള്ള സുരക്ഷിതമായ മോഡിഫിക്കേഷനുകൾ നമ്മൾ അധികാരത്തിൽ വന്നാൽ പരിഗണിക്കുമെന്നൊക്കെ മുഖ്യമന്ത്രി തന്നെ അന്ന് പ്രഖ്യാപിച്ചതാണ്. അതിന്റെ ആവേശത്തിൽ നമ്മുടെ മോട്ടോർ വാഹന വകുപ്പും ചില ഇളവുകളൊക്കെ അനുവദിച്ച് ഒരു പ്രത്യേക സർക്കുലറും ഇറക്കി. യുവത്വമൊക്കെ വിചാരിച്ചു സംഗതി കളറായി, ഇനി വണ്ടി പൊളിക്കാലോ എന്ന്. പക്ഷെ അപ്പോഴാണ് ആ പണി കിട്ടുന്നത്. 1988 മോട്ടോർ വാഹന നിയമം എടുത്തു നോക്കിയാൽ രജിസ്ട്രേഷൻ സർട്ടിഫിക്കറ്റിലെ അടിസ്ഥാന വിവരങ്ങളിൽ ഒരു മാറ്റവും വരുത്താൻ പാടില്ല എന്നാണ് കർശന ചട്ടം. അപ്പോൾ പിന്നെ സംസ്ഥാന സർക്കാർ ഇറക്കിയ ആ സർക്കുലറിനും ഇളവുകൾക്കുമൊക്കെ എന്ത് വിലയാണുള്ളത്? കേന്ദ്രം കളി മാറ്റിപ്പിടിച്ചതോടെ സംസ്ഥാന സർക്കാരിന് ആ നീക്കങ്ങളെല്ലാം ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ വെള്ളത്തിലായിരിക്കുകയാണ്. കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ പറ്റാതെ സർക്കാരും പെട്ടു. വണ്ടിയുമായി റോഡിലിറങ്ങിയവരും ഒടുവിൽ പെരുവഴിയിലുമായി. ഇനി ഇതിന്റെയൊക്കെ ഒടുവിൽ ആരെയാണ് അഭിനന്ദിക്കേണ്ടത് എന്ന് ചോദിച്ചാൽ അത് തീർച്ചയായിട്ടും കേന്ദ്ര സർക്കാരിനെയും നമ്മുടെ ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരിയുമാണ്. നമ്മളെപ്പോഴും രാഷ്ട്രീയമായ പല കോണുകളിൽ നിന്ന് വിമർശനങ്ങൾ ഉന്നയിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ കേന്ദ്രം കാണിക്കുന്ന ഒരു കർശന നിലപാടും കട്ടയായ തീരുമാനങ്ങളും തികച്ചും പ്രശംസ അർഹിക്കുന്നതാണ്. റോഡ് സുരക്ഷയുടെ കാര്യത്തിൽ യാതൊരുവിധ വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകാതെ രാജ്യവ്യാപകമായി ഒരേ നിയമം നടപ്പിലാക്കാൻ നിതിൻ ഗഡ്കരി കാണിക്കുന്ന ആ ഒരു സങ്കുറ്റം സമ്മതിച്ചു കൊടുക്കണം. കേരളത്തിൽ പലപ്പോഴും വോട്ട് രാഷ്ട്രീയ കാര്യങ്ങൾക്ക് വേണ്ടി എന്ത് വാഗ്ദാനവും നൽകി ജനങ്ങളെ പറ്റിക്കുന്ന ഒരു രീതിയുണ്ട്. എന്നാൽ അതൊന്നും ഇവിടെ നടക്കില്ല. നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകുമെന്ന് കേന്ദ്രം കൃത്യസമയത്ത് ഇടപെട്ട് ഓർമ്മിപ്പിച്ചു കൊടുത്തു എന്നത് വലിയൊരു കാര്യമാണ്. റോഡിൽ പാഞ്ഞു നടക്കുന്ന നിരവധിയായ ജീവനുകൾ രക്ഷിക്കാൻ ഇത്തരം കർശനമായ നിയമങ്ങളും അവ നടപ്പിലാക്കാൻ ആർജവുമുള്ള ഭരണാധികാരികളും തന്നെയാണ് നമുക്ക് ആവശ്യം. അതുകൊണ്ട് തന്നെ ഏതു കോണിൽ നിന്ന് എതിർപ്പുകൾ വന്നാലും രാജ്യത്തിന്റെ സുരക്ഷ മുൻനിർത്തിയെടുത്ത ഈ നിലപാടിന്റെ പേരിൽ നിതിൻ ഗഡ്കരിയെയും കേന്ദ്ര സർക്കാരിനെയും കൈയടിക്കാതിരിക്കാൻ പറ്റില്ല. അങ്ങനെ ഒടുവിൽ കോൺഗ്രസിനെയും VD സതീഷിനെയും കുറച്ചുകൂടി പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. കാരണം തിരഞ്ഞെടുപ്പ് കാലത്ത് അവർ ഇറക്കിയ വലിയൊരു വാഗ്ദാനമായിരുന്നു ഇത്. ജനങ്ങൾ വിചാരിച്ചു അധികാരത്തിൽ വന്നാൽ ഇതൊക്കെ നടപ്പിലാക്കും, നിയമങ്ങളൊക്കെ
അങ്ങ് മാറി നിൽക്കുന്നു. വണ്ടി എങ്ങനെ വേണമെങ്കിലും മോഡിഫൈ ചെയ്യാം, ആരും പിടിക്കാൻ വരില്ല എന്നൊക്കെ ആയിരിക്കാം അവർ വിചാരിച്ചത്. പക്ഷേ നമുക്ക് നല്ലൊരു മുഖ്യമന്ത്രിയെ കിട്ടിയല്ലോ, ഇനി കാര്യങ്ങളെല്ലാം ഭംഗിയായി നടക്കുമെന്ന് പറഞ്ഞ് നെഞ്ച് വിരിച്ച് നടന്നവരൊക്കെ ഒന്നേ പറയാനുള്ളൂ, പണി കിട്ടി, അതും അസലായിട്ട്. പ്രകടന പത്രികയിലൊക്കെ എന്തൊക്കെയായിരുന്നു വാഗ്ദാനങ്ങളുടെ പെരുമഴ. വണ്ടിഭ്രാന്തന്മാരായ യുവത്വത്തെയൊക്കെ കയ്യിലെടുക്കാൻ വേണ്ടി മാത്രം ഇറക്കിയ മോഡിഫിക്കേഷൻ വാഗ്ദാനം കേട്ട് പലരും കോരിത്തെരിച്ചു പോയി അല്ലേ. ഒടുവിൽ സർക്കാർ സർക്കുലറും ഒക്കെ ഇറക്കി കളറാക്കാൻ നോക്കിയപ്പോഴേക്കും കേന്ദ്രം വന്ന് കളി മൊത്തത്തിൽ മാറ്റിപ്പിടിച്ചിരിക്കുകയാണ്. കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി രാജ്യസഭയിൽ വെട്ടിത്തുറന്ന് പറഞ്ഞു, വാഹനങ്ങളുടെ ഘടനയിലോ ഡിസൈനിലോ മാറ്റം വരുത്താനുള്ള അധികാരം കേന്ദ്രത്തിന് മാത്രമാണ്, സംസ്ഥാനത്തിന് അതിൽ ഒരു റോളുമില്ല. അതായത് കൊടുത്ത വാഗ്ദാനം പാലിക്കാൻ പറ്റാതെ വി.ഡി. സതീശനും കൂട്ടുകാരും ഇപ്പോൾ അക്ഷരാർത്ഥത്തിൽ എയറിലാണ്. അങ്ങ് കർണാടക മുതൽ ഇങ്ങ് കേരളം വരെ കോൺഗ്രസ് ഏറ്റുവാങ്ങിക്കൊണ്ടിരിക്കുന്നത് തുടർച്ചയായ തിരിച്ചടികളുടെ ലിസ്റ്റിലേക്ക് ഇതാ മറ്റൊരു സാധനം കൂടി ഔദ്യോഗികമായി ചേർക്കപ്പെട്ടിരിക്കുകയാണ്. വണ്ടിയുടെ രൂപം മാറ്റാൻ പോയിട്ട് കമ്പനി ഇറക്കിയ വണ്ടിയിൽ ഒരു സ്റ്റിക്കർ ഒട്ടിക്കാൻ പോലും സംസ്ഥാന സർക്കാരിന് അധികാരമില്ലെന്ന് മനസ്സിലായതോടെ വോട്ടർമാരെ പറ്റിച്ച വലിയ വാഗ്ദാനമൊക്കെ ഇപ്പോൾ കാറ്റിൽ പറന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ട് സംഗതി? കളറായില്ലേ? അങ്ങനെ വർഷങ്ങളുടെ കാത്തിരിപ്പിനൊടുവിൽ, അതായത് 10 വർഷം കൊണ്ട് കഷ്ടപ്പെട്ട് വീണ്ടും പിടിച്ചെടുത്ത ഒരു ഭരണമാണ് കോൺഗ്രസിൻ്റെത്. ഇത്തരത്തിലുള്ള എടുത്തുചാട്ട തീരുമാനങ്ങൾ കാരണം ഇപ്പോൾ വെട്ടിലായിരിക്കുന്നത് പ്രതിപക്ഷത്തിരുന്ന കാലത്തെ ശീലങ്ങൾ മാറി ഭരണം കയ്യിൽ കിട്ടുമ്പോൾ കുറച്ചുകൂടി പക്വതയോടെയും ആലോചിച്ചും തീരുമാനങ്ങൾ എടുക്കേണ്ടേ. എന്നാൽ ഇതൊന്നുമില്ലാതെ വോട്ടർമാരെ പെട്ടെന്ന് കയ്യിലെടുക്കാൻ വേണ്ടി മാത്രം എടുത്തു ചാടി ഇറക്കുന്ന ഇത്തരം പ്രഖ്യാപനങ്ങളും വാഗ്ദാനങ്ങളും ഒടുവിൽ പാർട്ടിക്ക് തന്നെ എത്രമാത്രം വിനയായി മാറുന്നു എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇപ്പോൾ കേരളത്തിൽ കോൺഗ്രസിന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. 10 വർഷത്തെ വിയർപ്പൊഴുക്കി തിരിച്ചു പിടിച്ച ഭരണം കയ്യിൽ കിട്ടി അധികം വൈകും മുൻപ് തന്നെ ഇത്തരം അബദ്ധങ്ങൾ വരുത്തിവെക്കുന്നത് സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമല്ലേ എന്ന് രാഷ്ട്രീയ നിരീക്ഷകർ പോലും ഇപ്പോൾ ചോദിച്ച് തുടങ്ങിയിരിക്കുകയാണ്. ചുരുക്കം പറഞ്ഞാൽ, വോട്ടുറപ്പിക്കാൻ വേണ്ടി മാത്രം ഇറക്കുന്ന ഇത്തരം എടുത്തുചാട്ട തീരുമാനങ്ങളും പ്രഖ്യാപനങ്ങളും ഒടുവിൽ സ്വന്തം കുഴി തോണ്ടുന്നതിന് തുല്യമായി മാറിയിരിക്കുകയാണ്. ഭരണകർത്താക്കൾ ഇനിയെങ്കിലും തിരിച്ചറിയേണ്ടിയിരിക്കുന്നു, 10 വർഷത്തെ ഈ ഒരു ഭരണം പിടിച്ചിട്ട് കാര്യമില്ല, പക്വതയോടെ തീരുമാനങ്ങൾ എടുക്കുക എന്നതാണ്. നിയമത്തിന്റെ വഴികൾ മറന്ന് ജനങ്ങളെ കബളിപ്പിക്കാൻ നോക്കിയാൽ ഒടുവിൽ ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണാം. നന്ദി.